ലൈഫ് ഈസ് ദിസ് ബട്ട് ഐ വാണ്ട് ദിസ്. കഴിഞ്ഞിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രേഡിംഗ് പഠിക്കുന്ന എല്ലാവരും എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആകുന്നില്ല എന്നുള്ളത്. അത് ഞാനൊരു ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, കാരണം എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്നറിയാൻ വേണ്ടി. റിപ്ലൈ ചെയ്ത ഒരു 99% ആളുകളും പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ല, അതുപോലെ ട്രേഡ് മാനേജ്മെന്റ് പോരാ, റിസ്ക് മാനേജ്മെന്റ് പോരാ. അങ്ങനെ അത് എന്താണ് ഇഷ്യൂ എന്ന് 99% ആളുകൾക്കും അറിയാം. കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടുമാണ് നിങ്ങൾ ട്രേഡിംഗിൽ സക്സസ് ആവാത്തത് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വീണ്ടും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിലോട്ട് എത്താൻ പറ്റുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അബ്ബാസ് ക്ലീൻ ആക്കിയ ക്ലോസറ്റിൽ എപ്പോഴും ഒരു 1% കീടാണ് കാണുമല്ലോ. അതുപോലെ തന്നെ ഇന്നലെയും ആക്ച്വലി ഒരു റിപ്ലൈ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോഴും ഒരു റിപ്ലൈ ഉണ്ട്, നിന്റെ മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണ് പ്രോഫിറ്റബിൾ ആവാത്തത്, ഒന്ന് പോടും. അപ്പൊ ഇന്നലെ ഒരു ഫേക്ക് ഐഡിയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ഈ ഇട്ടിരിക്കുന്ന ഒരു ഫേക്ക് ഐഡിയാണ്. ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ട്രേഡിംഗ് മാത്രമല്ല, നമ്മൾ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ കുറ്റം പറയുകയും അതിനെപ്പറ്റി ബിറ്റ് സ്റ്റോക്കിംഗ് ചെയ്യുകയും ചെയ്യുമോ അല്ലെങ്കിൽ ഷിപ്പോസിംഗ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്ത് എങ്ങും രക്ഷപ്പെടാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താണ് എന്നുള്ളൊരു മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും നമുക്ക് വേണം. അത് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ മേഖല എന്താണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഇവിടെ എന്ത് ചെയ്താൽ സക്സസ്ഫുൾ ആവാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധി വേണം. അതായത് നിങ്ങൾക്ക് നടക്കുന്നില്ല എന്ന് വെച്ച് ഇത് സ്കാമോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു സ്കാമോ ഇത് ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്കാമേഴ്സോ അല്ല. അതായത് ആദ്യം വേണ്ടത് ട്രേഡിങ്ങിലെന്നല്ല, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യങ്ങളും കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കുക. ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഇത് പോസിബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. യൂട്യൂബ് വീഡിയോ കാണുന്ന ആളാണെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന ആളാണെങ്കിലും 10 പേര് അറ്റ് എ ടൈം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 5 പേര് രക്ഷപ്പെടുന്നുണ്ട്, 5 പേര് രക്ഷപ്പെടുന്നില്ല. ഈ രക്ഷപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ മേഖലയെ പുകഴ്ത്തി പറയും, പൊക്കി പറയും, പഠിപ്പിച്ച മെന്ററിനെ പൊക്കി പറയും, പഠിപ്പിച്ച കോഴ്സിനെ പൊക്കി പറയും. നിങ്ങൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഇതെല്ലാം നേരെ തിരിയും. ഏത് സൈഡ് വേണം, ഏത് സൈഡിൽ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. നമ്മളൊരു മൂവിയിൽ പറയുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടല്ലോ, അതായത് ലൈഫ് ഈസ് ദിസ് ബട്ട് ഐ വാണ്ട് ദിസ്. അതായത് ഈ ഒരു മൈൻഡ് സെറ്റ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് ബോക്സിലും റിപ്ലൈസിലും നെഗറ്റീവ് അടിച്ച് ജീവിതം താറുമാറാവാം. യുവർ ചോയ്സ്, യുവർ ലൈഫ്. താങ്ക് യു.